ഓം ശാന്തി. ഇൻ്റർനാഷണൽ യോഗ ഡേയോടനുബന്ധിച്ചുള്ള പ്രോഗ്രാം ആരംഭിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ദേവസ്വം ഹെൽത്ത് മിനിസ്റ്റർ ഇവിടെ എത്തിയിരിക്കുകയാണ്. അതേപോലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ രാധാകൃഷ്ണൻ സാറും എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഇന്നത്തെ ലോകത്തിൽ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നതിന് ഒരു കാരണം ഇത്രയും സൗകര്യങ്ങളുണ്ടായിരുന്നിട്ടും രോഗം കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. ഒപ്പം എത്ര വലിയ ഡോക്ടേഴ്സ് പഠിച്ചിറങ്ങിയവരായാലും ശരി, അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കറക്റ്റ് കൊടുക്കാൻ സാധിക്കുന്നില്ല. അപ്പം ഇതിനൊരു പരിധിവരെ കാരണം നമ്മളുടെ എല്ലാവരുടെയും മനസ്സാണ്. നമുക്കറിയാം, വളരെ വലിയ വലിയ രോഗങ്ങൾ പോലും വളരെയധികം അതിജീവിക്കാനുള്ള മനക്കരുത്തുള്ളവൻ അതിനെ ജയിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഈ ലോകത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. മനസ്സ് പോകുന്നതിനനുസരിച്ച് നമ്മൾ ആരും അറിയുന്നില്ല, നമ്മളുടെ ശരീരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അനാവശ്യമായിട്ടുള്ള ഹോർമോണുകൾ ശരീരം ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള മാനസിക ടെൻഷനും പിരിമുറുക്കവും തന്നെയാണ് ഈ ലോകത്തിലുള്ള ഏകദേശം 70% രോഗങ്ങൾക്ക് കാരണം എന്ന് തന്നെ പറയാം. കാരണം നമ്മളുടെ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന അമ്മമാരെയും ഭായിമാരെയും നമ്മൾ നോക്കുകയാണെങ്കിൽ അറിയാം, അവർക്ക് അധിക രോഗങ്ങൾ ഇല്ല, കുറവാണെന്ന് തന്നെ പറയാം. പിന്നെ നമുക്കറിയാം, സാഹചര്യം, ആഹാര രീതി, അതിനനുസരിച്ച് ഒരു പരിധിവരെ രോഗങ്ങൾ വരും. അപ്പോൾ മനസ്സിന് നിയന്ത്രിച്ചാൽ രോഗങ്ങളെ നിയന്ത്രിക്കാം. ഒപ്പം ഫിസിക്കൽ എക്സർസൈസിനോടൊപ്പം മനസ്സിൻ്റെ എക്സർസൈസാണ് മെഡിറ്റേഷൻ. അത് വളരെ പരമപ്രധാനമായ ഒരു ഘടകമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ഇത് ആരംഭിക്കാം. അതിനുവേണ്ടി എൻ്റെ സ്വാഗതം പറയുന്നതിന് വേണ്ടി ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ ട്രിവാൻഡ്രം ജില്ലയുടെ ചാർജ് വഹിക്കുന്ന രാജയോഗിനി ബ്രഹ്മകുമാരി മിനി സിസ്റ്ററിനെ ഞാൻ ക്ഷണിക്കുന്നു. ഓം ശാന്തി. ആദരണീയനായ നമ്മുടെ മിനിസ്റ്റർ, ആരോഗ്യവകുപ്പും ദേവസ്വം വകുപ്പും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുന്ന ഭാഗ്യവാനായ നമ്മളുടെ ബഹുമാന്യനായ മന്ത്രി, അതുപോലെ തന്നെ ഇവിടുത്തെ കൗൺസിലർ പാറ്റൂർ രാധാകൃഷ്ണൻ സാർ അവർകൾ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഇൻ്റർനാഷണൽ യോഗ ഡേ പ്രമാണിച്ച് ഇന്നത്തെ ഈ പ്രോഗ്രാം ശരിക്കും നമുക്ക് നമ്മളുടെ ഈ പുതിയ സെൻറ്റർ ഓം ശാന്തി ഭവൻ, ഈ സെൻറ്ററിന് വളരെ നല്ലൊരു ദിവസമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സെൻറ്ററിൻ്റെ ഉദ്ഘാടനം നടത്തിയത് നമ്മളുടെ ആദരണീയ ദീദിജിയായിരുന്നു, ജയന്തി ദീദി. പക്ഷേ ഒഫീഷ്യലായിട്ട് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയത് ഇവിടുത്തെ കേരള ആദരണീയ ഗവർണർ തന്നെയാണ്. അതിനുശേഷമായിട്ട് ഇപ്പോൾ ആദ്യമായിട്ട് ഈ വീട്ടിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ വിശിഷ്ട അതിഥി ഈ 2 പേരാണ്. നമ്മളുടെ ബഹുമാനായ മിനിസ്റ്ററും അതുപോലെ കൗൺസിലറും. അപ്പോൾ അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വളരെ വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം നമ്മളുടെ വിശിഷ്ട അതിഥികളെ. ഇൻ്റർനാഷണൽ യോഗ ഡേ എന്ന് പറയുമ്പോൾ അത് ബ്രഹ്മകുമാരീസിനും വളരെ വേണ്ടപ്പെട്ട ഒരു ദിവസമാണ്. ഇന്ന് രാവിലെ തന്നെ റെഡ് ഫോർട്ടിൽ, ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ വിശിഷ്ട അതിഥികൾ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ചെന്നൈയിലാണെങ്കിൽ വള്ളുവർ കോട്ടം, അവിടെയും വളരെ വലിയൊരു പ്രോഗ്രാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തിരുവനന്തപുരത്ത് ഇന്ന് ഇവിടെയാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ ഞാൻ പ്രധാനമന്ത്രി ഒരിക്കൽ പറഞ്ഞത് ഓർക്കുകയാണ്. അതായത് യോഗ എന്ന് പറയുമ്പോൾ വെറും ഒരു യോഗാസനമല്ല. യോഗാസനം ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് മാത്രമല്ല ചെയ്യുന്നത്, അത് മനസ്സിൻ്റെ ആരോഗ്യത്തിനും കൂടെ ആണ് എന്നുള്ളത്. അപ്പോൾ ബ്രഹ്മകുമാരീസ് കൂടുതൽ മനസ്സിന് പ്രാധാന്യം നൽകുന്നു. യോഗാസനം എല്ലാവർക്കും ചെയ്യാം, അത് തീർച്ചയായിട്ടും ശരീരത്തിന് ആവശ്യമാണ്. പക്ഷേ തീർച്ചയായിട്ടും നമുക്കിവിടെ നമ്മളുടെ മനസ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. മന്മനാഭവ എന്ന് പറയുന്നുണ്ട് ഗീതയിൽ. കാരണം നമ്മളുടെ മനസ്സ് ഇങ്ങനെ പലയിടത്തും ഇങ്ങനെ ചിതറിപ്പോകാൻ പാടില്ല. തീർച്ചയായിട്ടും ആ ചിതറിപ്പോകുന്ന അല്ലെങ്കിൽ ചഞ്ചലപ്പെടുന്ന മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നുവെങ്കിൽ അവർ തന്നെ കുടുംബത്തിൽ ജീവിച്ചാലും സമൂഹത്തിൽ ജീവിച്ചാലും ഒരു വളരെ യോഗി തുല്യനായിട്ട് ജീവിക്കാൻ സാധിക്കുമെന്ന ഒരു കർമ്മയോഗത്തിൻ്റെ പാഠമാണ് ബ്രഹ്മകുമാരീസ് പഠിപ്പിക്കുന്നത്.
ഇന്ന് അധികം ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല. എല്ലാം നമ്മുടെ ബഹുമാന്യനായ മിനിസ്റ്റർ അവർക്ക് അറിയാം. കാരണം ഇദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ രാവിലെ അദ്ദേഹത്തിൻ്റെ അച്ഛനെ കുറിച്ച് പറയേണ്ട കാര്യമേ ഇല്ല. എല്ലാ മാസവും 1-ാം തീയതി ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്നുള്ളത് വളരെ പ്രസിദ്ധമാണ്. ഇദ്ദേഹവും ആ അച്ഛൻ്റെ മകൻ തന്നെയാണ്. കാരണം രാവിലെ പൂജ കഴിയാതെ ഒന്നും കഴിക്കില്ല. വളരെ വലിയ ഭക്തനാണ്. മാത്രമല്ല എല്ലാ ക്ഷേത്രങ്ങളിലും പോവും, ആര് വിളിച്ചാലും പോകും. അപ്പോൾ അതുകൊണ്ട് അത്ര സാധാരണക്കാരുടെ കൂടെ നിൽക്കുന്ന എന്നാൽ വളരെ വലിയ വലിയ ഉയർന്ന മനസ്സുള്ള ആദരണീയനായ ഒരു വിശിഷ്ടാത്മാവാണ് ഇന്ന് നമ്മളുടെ ഈ സെൻറ്ററിൽ വന്നിരിക്കുന്നത്. ശിവൻ്റെ അഥവാ പരമാത്മാവിൻ്റെ വീട്ടിലേക്ക് ഞാൻ വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ മുരളീധരൻ സാറിനെ. മാത്രമല്ല ഇവിടുത്തെ കൗൺസിലർ, അദ്ദേഹമാണെങ്കിൽ വളരെ ജനകീയനാണ്. ഇന്ന് എൻ്റെ അടുത്ത് ഇപ്പോൾ പറഞ്ഞ് ഇതിലേ നടക്കാറുണ്ട് ഡെയിലി. അപ്പോൾ നമ്മളുടെ ബിൽഡിങ്ങിൻ്റെ പണിയൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തിയായപ്പം അദ്ദേഹവും ഇവിടെ വന്നു. എല്ലാ തരത്തിലും അദ്ദേഹവും നമ്മളോട് സഹകരിക്കുന്ന ആൾ തന്നെയാണ്. അതുകൊണ്ട് ശ്രീ പാറ്റൂർ രാധാകൃഷ്ണൻ സാർ അവർകളെയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ വളരെ സാദരം സ്വാഗതം ചെയ്യുന്നു. പിന്നെ ബ്രഹ്മകുമാരീസ് ഈ വർഷം 90 വർഷം പിന്നിടുകയാണ്. അപ്പോൾ 90 വർഷം പിന്നിടുക എന്ന് വെച്ചാൽ അർത്ഥം ഈ 90 വർഷം വെറുതെ മുന്നോട്ട് പോയില്ല. ലോകമെമ്പാടും എല്ലാ ഭൂഖണ്ഡങ്ങളിലും 147 രാജ്യങ്ങളിലായിട്ട് വളരെയധികം എന്താ പറയുക, വളരെ ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഓർഗനൈസേഷൻ. പിന്നെ ഈ ഓർഗനൈസേഷൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് സ്ത്രീകളാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ്, സ്ത്രീകൾ നയിക്കുന്നു. ഇപ്പോൾ ആത്മീയ രംഗത്ത് സ്ത്രീകളുടെ ശക്തി മനസ്സിലാക്കട്ടെ എന്നതുകൊണ്ടും കൂടിയാണ് സ്ത്രീകളുടെ കയ്യിൽ ഇതിൻ്റെ ഒരു ഭരണസാരഥ്യം കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെ തന്നെയാണെങ്കിലും ഇതിൻ്റെ എല്ലാം പുറകിൽ ഒരു ഈശ്വരീയത്വം ഇല്ലാതെ നടക്കില്ല. അതുകൊണ്ട് പരമാത്മാവിൻ്റെ കാര്യം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. എങ്ങനെയാണെങ്കിലും എല്ലാവരുടെ മനസ്സിലും ശാന്തി ഉണ്ടാകണം. പക്ഷേ ശാന്തി ഉണ്ടാകണമെങ്കിൽ ആദ്യം ശാന്തിയുടെ സാഗരമായ ഈശ്വരനെ മനസ്സിൽ കുടിയിരുത്തണം. അതിനു വേണ്ടിയിട്ടാണ് ബ്രഹ്മകുമാരീസ് പരിശ്രമിക്കുന്നത്. ബ്രഹ്മകുമാരീസ് പഠിപ്പിക്കുന്ന രാജയോഗ ധ്യാനം എല്ലാ ദിവസവും അഭ്യസിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നത്. കുറച്ച് പേര് പുതിയവർ കാണും, പക്ഷേ ഭൂരിപക്ഷം പേരും ഈ ധ്യാനം അഭ്യസിക്കുന്നവരാണ്. ഈ വർഷം നമ്മൾ ലഹരിമുക്ത വർഷമായിട്ടും ആഘോഷിക്കുന്നുണ്ട്. അതായത് 10 കോടി പേരെ കൊണ്ട് ലഹരിയിൽ നിന്നും അവരെ വിമുക്തരാക്കും എന്നുള്ള ഒരു പ്രതിജ്ഞ എടുപ്പിക്കുന്ന ഒരു പരിപാടിയും ഇനി അടുത്ത മാസം നമ്മൾ വെക്കുന്നുണ്ട്. അതിനും നമ്മളുടെ മന്ത്രി തന്നെ വരണം ആ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ. അപ്പം അങ്ങനെ ബ്രഹ്മകുമാരീസിലെ എല്ലാവരും അഡിക്ഷൻ ഫ്രീ ആണ്, എല്ലാ ദിവസവും ധ്യാനിക്കുന്നവരാണ്. ഒരുപാട് ഗുണങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്ന അത്ര ഉയർന്ന ആത്മീയമായൊരു വ്യക്തിത്വം കൊണ്ടുവരാൻ വേണ്ടി ദിവസേന ഇവിടെ സത്സംഗത്തിൽ അറ്റൻഡ് ചെയ്യുന്നവരാണ് എന്നൊക്കെ ഞാൻ അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ ദിവസം തീർച്ചയായിട്ടും ഏറ്റവും നല്ലൊരു ദിവസമാണ്. നിങ്ങളെല്ലാവരെയും ഞാൻ ഈ ഒരു ഉയർന്ന ഈ ശ്രേഷ്ഠമായ ഈ സമ്മേളനത്തിലേക്ക്, ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓം ശാന്തി. ബൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്നതിനും പൊന്നാട അണിയിക്കുന്നതിലേക്കും ബ്രഹ്മകുമാരി സിസ്റ്റേഴ്സിനെയും കള്ളിക്കാട് ശ്രീ ശശി അവർകളെയും ക്ഷണിക്കുന്നു. മിനിസ്റ്റർക്ക് ഇനിയും ഒത്തിരി പ്രോഗ്രാമുണ്ട്, അത്യാവശ്യം പോകേണ്ടതായിട്ടുണ്ട്. स्वागत करते हैं दिल से आपका, अभिनंदन करते दिल से आपका। स्वागत करते हैं दिल से आपका, अभिनंदन करते दिल से आपका। ഈശ്വരീയ ഉപഹാരവും നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്ററിന് നമ്മളുടെ സിസ്റ്റർ നൽകുന്നു. स्वागत करते हैं दिल से आपका, अभिनंदन करते दिल से आपका। स्वागत करते हैं दिल से आपका। അടുത്തതായി ഇനാഗ്രേഷൻ സെഷനാണ്, ദീപം തെളിയിക്കലാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയും
സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ പറ്റൂർ രാധാകൃഷ്ണൻ അവർകളും ശ്രീ ശശി അവർകളെ ക്ഷണിക്കുന്നു. शुभ संकल्पों के दीप जलाएं अपने अपने मन में, शुभ संकल्पों के दीप जलाएं अपने अपने मन में, जग उजियारा होगा प्रेम से, सुख ही सुख कण कण में, शुभ संकल्पों के दीप जलाए. परिवर्तन की है ये बेला. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മുടെ കൗൺസിലർ ശ്രീ പാറ്റൂർ രാധാകൃഷ്ണൻ വളരെ ധന്യമായൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഈ സ്ഥാപനം ഞാൻ മുമ്പ് 8 വർഷം ഇവിടെ MLA ആയിരുന്നപ്പോൾ അന്ന് പേട്ടയിലായിരുന്നു. അതുകൊണ്ട് ഈ സ്ഥാപനം ഇവിടെ ആരംഭിച്ചതിന് ശേഷം MLA എന്നുള്ള നിലയിൽ ആദ്യമായിട്ട് ഇവിടെ വരാനും ദേശീയ യോഗ ദിനത്തിൽ നിങ്ങളോടൊപ്പം വേദി പങ്കിടാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ചതുപോലെ യോഗയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയുള്ളതാണ്. പിന്നെ പണ്ട് കാലത്ത് നമ്മുടെ ഋഷിവരന്മാരൊക്കെ യോഗ അഭ്യസിച്ചിരുന്നു. അതുകൊണ്ട് ഇതിന് ചില മതത്തിൻ്റെയൊക്കെ ചില നിറം ചിലർ നൽകി. പക്ഷെ അതല്ല, ഇതെല്ലാവർക്കും ആവശ്യമാണ് യോഗ. ചിലർക്ക് മോർണിംഗ് വാക്ക് ഉണ്ടാകും, ചിലർക്ക് ജോഗിങ് ഉണ്ടാകും. അതൊക്കെ ആരോഗ്യ പരിപാലനത്തിനാണ്. നമ്മുടെ പുരാണങ്ങളിലെ പലതിനും ഇന്നത്തെ മനുഷ്യരാശിയുടെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പണ്ട് കാലത്ത് ശബരിമലയിൽ ഈ ഇന്നത്തെ പോലെ ഗസ്റ്റ് ഹൗസുകളൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ സന്നിധാനത്ത് എത്തുന്നവരെ വിശ്രമ കേന്ദ്രങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ കറുപ്പ് മുണ്ട് ധരിക്കാൻ, കറുത്ത വസ്ത്രങ്ങൾ എത്ര പൊടി പിടിച്ചാലും അറിയില്ല. അത് സയൻറ്റിഫിക്കായിട്ടുള്ള ഉദ്ദേശങ്ങളുണ്ടെന്ന്. പിന്നെ ആ കാലം നല്ല തണുപ്പുള്ള കാലമാണ്. ഇപ്പോൾ കർക്കിടക മാസത്തിൽ നല്ല വെയിലും ചിങ്ങമാസത്തിൽ മഴയൊക്കെയുള്ള കാലഘട്ടമാണ്. മുമ്പ് അങ്ങനെയല്ല. വൃശ്ചിക മാസം എന്ന് പറഞ്ഞാൽ ഏറ്റവും മരം കോച്ചുന്ന തണുപ്പുള്ള കാലഘട്ടം. അപ്പോൾ ആ തണുപ്പിനെ പ്രതിരോധിക്കാനാണ് ഈ താടി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പുരാണവും ആധുനിക ജീവിതവുമായിട്ട് ഒരുപാട് സാമ്യങ്ങളുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഭാഗമാണ് പണ്ട് കാലത്ത് മുനിവരന്മാർ യോഗ ഒക്കെ അഭ്യസിച്ചിരുന്നത്. ഈ മനുഷ്യൻ്റെ ആരോഗ്യം എന്നുള്ള ഒരു സന്ദേശമായിരുന്നു. ഇപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടം. അതായത് ഈ ഒരുപാട് രോഗങ്ങളുടെ കാലഘട്ടം. കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ശ്വസിക്കുന്ന വായു, ഇതെല്ലാം രോഗത്തിൻ്റെ പ്രധാന കാരണങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം, മാലിന്യം ഏറ്റവും വലിയ പ്രശ്നമാണ് മാലിന്യം എന്ന് പറയുന്നത്. ഈ മാലിന്യമാണ് ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പോഴത്തെ പല രോഗങ്ങൾ, ഇപ്പോൾ ഷിഗല്ല, ഇതെല്ലാം വൃത്തിയില്ലാത്ത അന്തരീക്ഷത്തിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങളാണ്. പിന്നെ ഭക്ഷണത്തിൽ കൂടെ വരുന്ന വിഷാംശങ്ങൾ. ഇപ്പോൾ ചിലർ ചോദിക്കും, ചില ആളുകൾക്ക് ഈ ക്യാൻസർ പോലത്തെ രോഗം വന്നാൽ ചിലർ ചോദിക്കും, അധികം നന്നായിട്ട് ഭക്ഷണ കാര്യങ്ങളൊക്കെ വളരെ സ്ട്രിക്റ്റാണല്ലോ, പിന്നെ എങ്ങനെ ഈ രോഗം വന്നു? പക്ഷേ കഴിക്കുന്ന ഭക്ഷണം വിഷാംശം കലരുന്ന മരുന്നടിച്ചിട്ട് വരുന്ന ഭക്ഷണമാണെങ്കിൽ, അത് വെജിറ്റേറിയൻ ആണെങ്കിലും നോൺ വെജിറ്റേറിയൻ ആണെങ്കിലും ശരീരത്തിനെ ബാധിക്കും.
അപ്പം അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചു, ഇവിടുത്തെ ഈ സ്ഥാപനത്തിലെ അന്തേവാസികൾക്കൊക്കെ നല്ലൊരു ആരോഗ്യമുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ അല്പം ചില അനാരോഗ്യം ഉണ്ടാകുന്നതിൻ്റെ കാരണം നിങ്ങളുടെ ജീവിത രീതി കൊണ്ടുള്ള കുഴപ്പമല്ല, നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഒരു ദോഷമാണ് ഇടയ്ക്ക് ആർക്കെങ്കിലും അസുഖം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക, പ്രത്യേകിച്ച് കുട്ടികളുടെ. എൻ്റെയൊക്കെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ അമ്മമാർ ചായ കുടിക്കാൻ വിളിച്ചാൽ പോലും കുടിക്കാൻ നേരമില്ല, അടുത്ത വീട്ടിലെ കുട്ടികളായിട്ട് കളിക്കാൻ പോകണം. ഇന്നങ്ങനെയല്ല. ഇന്ന് വാട്സപ്പ്, യൂട്യൂബ്, സോഷ്യൽ മീഡിയ, ഇതിലൊക്കെയാണ് കുട്ടികൾക്ക് താല്പര്യം. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ടി വിയിൽ കാർട്ടൂൺ വെച്ച് കൊടുക്കണം. അതാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം. അങ്ങനെ വരുമ്പോൾ അനാരോഗ്യമുള്ളൊരു അന്തരീക്ഷമാണ് നമ്മുടെ സമൂഹത്തിൽ. ഇതിനെ ഒരു പരിധി വരെ പ്രതിരോധിക്കാൻ യോഗ, മോർണിംഗ് വാക്ക്, ജോഗിങ് ഇതൊക്കെ പ്രധാന ഘടകമാണ്. ഇപ്പം എൻ്റെ പിതാവ് അധികം മുമ്പ് എൻ്റെ കുട്ടിക്കാലത്ത്, അത് ഞങ്ങൾ തൃശ്ശൂരായിരുന്നു അന്നുണ്ടായിരുന്നു. അപ്പോൾ തൃശ്ശൂരിലെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഗുരുവായൂർക്ക് പോകുന്ന വഴി നിങ്ങൾ ശ്രദ്ധിച്ചാൽ പുഴയ്ക്കൽ, ഇപ്പോഴത്തെ നഗരസഭയുടെ ബോർഡറാണ്. ആ പുഴയ്ക്കൽ വരെ അധികം കാലത്ത് മോർണിംഗ് വാക്ക് നടക്കും. വീട്ടിൽ നിന്ന് പുഴയ്ക്കൽ വരെ നടക്കും, പുഴയ്ക്കൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് നടക്കും. മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ, അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം അത് എന്നും യോഗ ചെയ്യുമായിരുന്നു. ഇത് ഏതാണ്ട് 104 വയസ്സ് വരെ അധികം ജീവിക്കുന്നതിൻ്റെ കാരണം യോഗയുടെ ഇതാണ്. അപ്പോൾ അങ്ങനെയുള്ള പല നമ്മുടെ പൊതുപ്രവർത്തകരും രാഷ്ട്രീയക്കാരൊക്കെ അവരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് ഈ യോഗ, മറ്റ് ദിനചര്യകൾ. ഇപ്പം ഞാനൊക്കെ സ്ഥിരം എല്ലാ ദിവസവും ജോഗിങ്ങിന് പോകുന്ന ആളാണ്. അരമണിക്കൂർ ജോഗിങ് ഉണ്ട്. അത് ഇലക്ഷൻ കാലത്ത് പോലും മുടക്കാറില്ല. ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് നിങ്ങൾക്കറിയാം, ഏറ്റവും കഠിനമായി ചൂട് അനുഭവപ്പെട്ട ഒരു സമയം. നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിൻ്റെ പ്രത്യേകത, അവിടെയൊന്നും മറ്റ് സ്ഥലങ്ങളുടെ പോലെ ഈ മൈക്ക് വെച്ചിട്ടുള്ള അനൗൺസ്മെൻറ്റ് കൊണ്ടൊന്നും വോട്ട് കിട്ടില്ല. വോട്ട് കിട്ടണമെങ്കിൽ വീട് വീടാന്തരം കയറി ഇറങ്ങിയേ പറ്റൂ. ഞങ്ങളുടെയൊക്കെ മുഖ്യ അജണ്ട വീട് വീടാന്തരം കയറി വോട്ട് ചോദിക്കൽ. പലരും എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രായത്തിലൊക്കെ ഇത്രയും ചുറുചുറുക്കോടുകൂടെ വീടുകളിൽ കയറുന്നത്? ഞാൻ മറ്റൊന്നുമല്ല, മോർണിംഗ് ജോഗിങ്ങിൻ്റെ വെച്ചാണ്. അത് ഇലക്ഷൻ കാലത്ത് മുടക്കില്ല. അതുവരെ യാത്ര ചെയ്യുമ്പോൾ ഞാനതനുസരിച്ച് 5 മണിക്ക് ജോഗിങ്ങിന് തക്കവണ്ണം ഞാൻ എൻ്റെ യാത്ര ക്രമീകരിക്കും. ഇപ്പം സാധാരണ എല്ലാവരും പറയും ഒന്നിനും സമയം കിട്ടുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടില്ലേ? മറ്റ് ആക്ടിവിറ്റീസിന് സമയം കിട്ടുമല്ലോ. പിന്നെ എന്തുകൊണ്ട് നമുക്ക് ഇതിൽ ജോഗിങ്ങിനോ അല്ലെങ്കിൽ യോഗയ്ക്കോ സമയം മാറ്റി വെച്ചുകൂടാ? അതുപോലെ തന്നെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനമാണ്. ഇപ്പോൾ ഇവിടെ മെഡിറ്റേഷൻ ഉണ്ടല്ലോ. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും അത് എനർജി കിട്ടുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ കാലത്തെ പ്രാർത്ഥനയാണ്. ഞാൻ കാലത്ത് ഈ ജോഗിങ്, കുളി, ജപം ഇത്രയും കഴിയാണ്ട് ലോകത്ത് എന്ത് സംഭവിച്ചാലും ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. അപ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ്. കാരണം ഞങ്ങളുടെയൊക്കെ ഫീൽഡെന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സാണ്. പൊളിറ്റിക്സിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാവും. പക്ഷേ അതിന് തക്കവണ്ണം മനസ്സിനെ പാകപ്പെടുത്തണമെങ്കിൽ ഈ പ്രാർത്ഥന ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ചിലപ്പോൾ ചില ഇലക്ഷൻ പരാജയങ്ങളുണ്ടാകുമ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറയും, തിരഞ്ഞെടുപ്പിന് വിജയവും തോൽവിയൊക്കെ ഉണ്ടാവുമല്ലോ, പക്ഷേ നമ്മുടെ വീട്ടിൽ ദൈവം സഹായിച്ച് മക്കൾക്കോ അല്ലെങ്കിൽ കുടുംബത്തിലാർക്കോ ഒരു രോഗമൊന്നും ദൈവം തന്നില്ലല്ലോ, അത് തന്നെ വലിയൊരു മഹാഭാഗ്യമല്ലേ. ഇലക്ഷന് കിട്ടാതിരിക്കട്ടെ, അതൊക്കെ ജനാധിപത്യത്തിൻ്റെ ഭാഗം. പക്ഷേ ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യം അത് വളരെ പ്രധാനപ്പെട്ടാണ്. എനിക്കൊരു പിതാവ് എന്നുള്ള നിലയിൽ എൻ്റെ ഏറ്റവും ഒരു അഭിമാനം എന്താണെന്ന് ചോദിച്ചാൽ, പരിചയപ്പെടുന്ന ആളുകളൊക്കെ എൻ്റെ മക്കളെക്കുറിച്ച് നല്ലതേ പറയാറുള്ളൂ. നല്ല അനുസരണയുള്ള കുട്ടി, നല്ല ബഹുമാനമുള്ള കുട്ടി. ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു അംഗീകാരം കിട്ടാൻ വളരെ പ്രയാസമാണ്. മുഖ്യമന്ത്രിയാവാനോ പ്രധാനമന്ത്രിയാവാനോ അല്ല പ്രയാസം. കുടുംബത്തിലെ അംഗങ്ങൾ അനുസരണശീലമുള്ളവരാണ് എന്ന് കേൾക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ധനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം പ്രാർത്ഥന, അതുപോലെ തന്നെ വ്യായാമം, ഇതെല്ലാം മനുഷ്യൻ്റെ നന്മയ്ക്ക് ആവശ്യമാണ്. തീർച്ചയായിട്ടും ഈ സ്ഥാപനം ഈ കാര്യത്തിൽ വളരെയധികം മുൻകൈ എടുക്കുന്നുണ്ട് എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, യോഗ എന്ന് പറയുമ്പോൾ അതിന് ജാതിയുടെയോ മതത്തിൻ്റെയോ യാതൊരു വേർതിരിവുമില്ല.
എല്ലാവർക്കും ആരോഗ്യം എന്നുള്ളതാണ്. ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ ലക്ഷ്യം എന്താ? എല്ലാവർക്കും ആരോഗ്യം. ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ മന്ത്രിയോ ഡിപ്പാർട്ട്മെൻറ്റോ മാത്രം വിചാരിച്ചാൽ പോരാ. ഇതിന് സാഹചര്യം ഒരുക്കണം. സാഹചര്യം ഒരുങ്ങണമെങ്കിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. പരിസരം ശുചി ആവണം, മൃഗങ്ങളിലൂടെ പടരുന്ന രോഗങ്ങൾ ഇല്ലാതാക്കണം. ഇതിനെല്ലാം ഉപരിയായി നല്ല വ്യായാമം, ധ്യാനം, ഇതെല്ലാം പ്രധാന ഘടകങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ യോഗാ ദിനത്തിൽ നമ്മൾ എടുക്കേണ്ട പ്രതിജ്ഞ ഇതിൻ്റെ ആ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങും എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം ഇവിടെ പറഞ്ഞ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഓപ്പറേഷൻ തൂഫാൻ, ലഹരിയെ തുടച്ചു നീക്കുക. സത്യത്തിൽ ഇപ്പോൾ ഞാനും കൗൺസിലറൊക്കെ ജനപ്രതിനിധികളാണ്. ഞങ്ങളൊക്കെ ഒരു ദിവസം മരണം നടന്ന എല്ലാ വീടുകളിലും കയറാറുണ്ട്. പക്ഷേ പലപ്പോഴും ഈ ചെറുപ്പക്കാരോ മക്കളോ ആത്മഹത്യ ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കും വീട്ടുകാരോട്, എന്താ കുട്ടിക്ക് പറ്റിയത്? അവർ പറയുന്ന എല്ലാ സ്ഥലത്തും കിട്ടുന്ന ഏക ഉത്തരം മെൻ്റൽ ഡിപ്രഷനായിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുക, എന്താ അതിൻ്റെ കാരണം? അത് തിരക്കിയിട്ടില്ല. കാരണം മക്കളുടെ ജീവിതം എന്താണെന്ന് പഠിച്ചിട്ടില്ല മാതാപിതാക്കൾ. അവരവരുടെ ജോലി നോക്കുന്നു, മക്കളുടെ വഴിക്ക് പോകുന്നു, വിദ്യാലയങ്ങളിൽ കുട്ടികളെ പഠിക്കാൻ അയക്കുന്നു. പഠിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ ഇന്ന് എന്തെല്ലാമാണ് നിൻ്റെ സ്കൂളിലെ വിശേഷം എന്ന് ഒരു മാതാപിതാക്കളും മക്കളോട് ചോദിക്കില്ല. എന്താ ചോദിക്കുക ആദ്യം കണ്ട ഉടനെ? ടെസ്റ്റിൻ്റെ മാർക്ക് കിട്ടിയോ? കഴിഞ്ഞ ആഴ്ച ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, മാർക്ക് കിട്ടിയോ? മാർക്ക് കിട്ടി 80. അതെ, അടുത്ത വീട്ടിലെ കുട്ടിക്ക് എത്ര കിട്ടി? 85. അതോടെ ഈ കുട്ടിയുടെ കഥ കഴിഞ്ഞു. ആ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ. നേരെ മറിച്ച് ഇപ്പോൾ ചോദിക്കുകയാണ്, ഇന്ന് എന്തൊക്കെയുണ്ട് വിശേഷം, ആരെയൊക്കെ കണ്ടു, ആരെയൊക്കെ ബന്ധപ്പെട്ടു. അതിലെന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് തോന്നിയാൽ ആ കുട്ടിയെ തിരുത്തണം. എന്നാൽ ഇന്ന് അതിനല്ല ശ്രമം. ഇന്ന് മാർക്കറിയാനും അടുത്ത വീട്ടിലെ കുട്ടികളെക്കാൾ മുൻപന്തിയിലാണെന്ന് മിഥ്യാഭിമാനം കൊള്ളാനും നടത്തുന്ന ശ്രമങ്ങളാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ മറ്റൊരു വിപത്തെന്ന് പറയുന്നത്. അതില്ലാതാക്കണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ലഹരിയെ ഇല്ലാതാക്കണം. അത് നമ്മൾ അങ്ങനെ അത്ര എളുപ്പം നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇതിൻ്റെയൊക്കെ പിന്നിൽ ചില മാഫിയകളുണ്ട്. അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഇതാര് തുടങ്ങുന്നു അവരെ സംഹരിക്കാൻ തക്ക മടിയില്ലാത്തവരാണ് ഇതിൻ്റെയൊക്കെ പുറകിലുള്ളത്. എല്ലാവരും കൂടെ കൂട്ടായി പ്രയത്നിച്ചാൽ നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും. ആരോഗ്യമുള്ള തലമുറ, അതാവണം നമ്മുടെ ലക്ഷ്യം. അത് ഇന്നത്തെ യോഗാ ദിനത്തിൽ ആ ഒരു സന്ദേശം പൊതുസമൂഹത്തിന് നൽകാൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടെ ഈ സ്ഥാപനത്തിലെ ഈ വർഷത്തെ നിങ്ങളോടൊപ്പം ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം ഒരിക്കൽ കൂടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. അടുത്തതായി ശ്രീ രാധാകൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. അദ്ദേഹം ജനഹൃദയങ്ങളിൽ തൻ്റെ ശാന്തമായ പ്രവർത്തികളിലൂടെ ഇടം നേടിയ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിനെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച കേരളത്തിൻ്റെ ബഹുമാന്യനായ ആരോഗ്യ ദേവസ്വം മന്ത്രി ശ്രീ കെ മുരളീധരൻ, വേദിയിലുള്ള ബ്രഹ്മകുമാരീസ് എന്ന ഈ മഹാപ്രസ്ഥാനത്തിന് സമാനതകളില്ലാത്ത നേതൃത്വം നൽകുന്ന ആദരണീയരായ സിസ്റ്റർമാരെ, ഇവിടെ എത്തിയിട്ടുള്ള ഇതിനൊപ്പം പ്രയാണം നടത്തുന്ന ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ഞാനൊരു ദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനാചരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തെമ്പാടും എല്ലായിടത്തും നിരവധി പരിപാടികൾ, യോഗയും ധ്യാനവും മെഡിറ്റേഷനും ഒക്കെ ബന്ധപ്പെട്ട ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി ശ്രീ കെ മുരളീധരൻ തന്നെയാണ് നിർവഹിച്ചത്. അതോടൊപ്പം നഗരസഭയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഇവിടെ നിന്ന് വർത്തമാനം പറയുമ്പോൾ തിരുവനന്തപുരം നഗരസഭാ അങ്കണത്തിൽ ജീവനക്കാർക്കായി രാവിലെ 6:30 യോഗ ആചരണ പരിപാടി നടത്തി. ബഹുമാന്യനായ മേയർ അത് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം നഗരത്തിലെ 101 വാർഡുകളിലും ഇത്തവണ യോഗ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു. അതിൻ്റെ ഭാഗമായി ഈ വാർഡിൽ, കണ്ണമൂല വാർഡിലും തൊട്ടടുത്ത കുന്നുകുഴി UP സ്കൂളിൽ ഞാൻ ഉദ്ഘാടനം ചെയ്ത് പരിപാടി നടന്നു.
എല്ലാം മനസ്സിൻ്റെ ശാന്തിയും സമാധാനവും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയാണ്. എല്ലാത്തിൻ്റെ ആകത്തുക പരസ്പര സ്നേഹവും സമൂഹ നന്മയും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശാന്തിയും സമാധാനവും സുരക്ഷയും സന്തോഷവും ഒക്കെ ലഭിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവുമൊക്കെ ലഭിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ ലഭിക്കുന്നുണ്ട്. എപ്പോഴുമില്ല. സുഖദുഃഖങ്ങൾ ഇടകലർന്ന ജീവിത പ്രയാണമാണ്, സഞ്ചാരമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. ബ്രഹ്മകുമാരീസ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തെ ഞാൻ കാണുന്നത് ഇപ്പോൾ ഇരിക്കുന്ന ഈ രൂപത്തിലല്ല. ഞാൻ മനസ്സിൽ നേരത്തെ കണ്ടത്, അല്ലെങ്കിൽ പേട്ടയിൽ ഈ സ്ഥാപനം പ്രവർത്തിക്കുമ്പോൾ മുതൽ, എൻ്റെ വീട് പാറ്റൂരിനടുത്താണ്. അതുകൊണ്ട് മിക്കവാറും ആളുകളെ, ഈ പ്രസ്ഥാനമായി പോകുന്ന ആളുകളെ ചിലരെയൊക്കെ മുഖ പരിചയമുണ്ട്. എപ്പോഴും 2 വീലറിലൊക്കെ സഞ്ചരിക്കുന്ന ബ്രഹ്മകുമാരീസിൻ്റെ ഈ സിസ്റ്റർമാരെയൊക്കെ വഴിവക്കിലൊക്കെ കാണാറുണ്ട്. പിന്നെ കൂട്ടത്തോടെ പലരെയും കാണുന്നത് ഞാനിപ്പോൾ രാവിലെ നടക്കാനൊക്കെ ഇറങ്ങുമ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ മുമ്പിൽ കൂടെ പോകുമ്പോൾ കുറേ ആളുകളെ, അപ്പോഴെല്ലാം ഈ മനസ്സിന് നമുക്ക് തന്നെ ഒരു വലിയ പോസിറ്റീവ് എനർജി കിട്ടുന്ന തരത്തിൽ ശുഭ്രവസ്ത്രധാരികൾ, വെള്ള വസ്ത്രം ധരിച്ച വെള്ളരിപ്രാവുകളെ പോലെ കുറേ ആളുകൾ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ കരുതി ഇവിടെ എല്ലാം വെള്ള വസ്ത്രധാരികൾ ഇങ്ങനെ നിറഞ്ഞിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. അങ്ങനെയല്ല. അപ്പോൾ ഈ വെള്ളം നിറം, ഞാൻ പൊതുവെ വേഷത്തിലും വസ്ത്രധാരണത്തിലും രീതികളിലൊന്നും പ്രത്യേക ശ്രദ്ധയൊന്നും ചെലുത്തുന്ന ആളല്ല. വളരെ അലസനായി ജീവിക്കുന്ന ഒരാളാണ്. രാഷ്ട്രീയക്കാരൻ നേരത്തെ ശ്രീ കെ മുരളീധരൻ പറഞ്ഞതുപോലെ അദ്ദേഹമൊക്കെ വളരെ ചിട്ടയായ ജീവിതശൈലി അങ്ങനെ സൂക്ഷിച്ച് എല്ലാ ദിവസവും ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ച് വല്ല സുന്ദരനായി വന്നിരിക്കുന്ന ഒരാളാണ്. ഞാനൊരു പക്ഷേ അങ്ങനെയല്ല. അത് മാത്രമല്ല, ഞാനൊരു രാഷ്ട്രീയക്കാരനുമല്ല. ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ പിൻബലത്തോടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച ആളല്ല. ഞാൻ തികച്ച സ്വതന്ത്രനായി ഒരു പാർട്ടിയുടെ ആളല്ലാതെ ഈ വാർഡിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ആളാണ്. എനിക്ക് ബ്രഹ്മകുമാരീസുമായിട്ടുള്ള അടുപ്പം, ഞാനൊരു 7 കൊല്ലക്കാലം ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറിയായും പ്രസിഡൻ്റായും ഒക്കെ പ്രവർത്തിച്ചപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്ത് എന്നോടൊപ്പം അതിൻ്റെ ഭരണസമിതിയിൽ 3 തവണ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു വെള്ളരിപ്രാവ്, വളരെ സമാധാന ജീവിതം നയിക്കുന്ന സജിത്ത് എന്ന് പറയുന്ന ഒരു വീഡിയോഗ്രാഫർ, ഒരു ക്യാമറാമാൻ, ഒരു മാധ്യമ പ്രവർത്തകൻ, ഒരു ചാനലിൽ ജോലി ചെയ്യുന്ന ഒരാൾ എന്നോടൊപ്പം മത്സരിച്ച് 3 തവണ ജയിച്ച ഒരാൾ. അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറയാതിരിക്കാൻ കഴിയില്ല. വലിയ വികാരവിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ ഇയാൾ നിസ്സംഗനായിരിക്കും. ഞാൻ ഇയാളെ കുത്തിയിട്ട് താനെന്തോന്ന് ഏത് ലോകത്ത് ജീവിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും. പിന്നീടാണ് ഇതിൻ്റെ ഒരു രൂപവും രീതിയൊക്കെ നമ്മൾ കാണാത്തൊരു ലോകമുണ്ട് എന്ന് മനസ്സിലാക്കി വരുന്നത്. അപ്പോൾ സജിത്ത് പിന്നെ ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ, നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണം, ഞങ്ങളെ കാണുന്ന ഹോട്ടലിൽ കയറും. ഇദ്ദേഹം മാറി അപ്പുറത്തൂടെ നടന്ന് ഏതെങ്കിലും തണൽ മരത്തിൻ്റെ അടുത്ത് പോയി നിൽക്കും. ഇയാൾ ഭക്ഷണം കഴിക്കില്ല. ആദ്യമൊന്നും പറയില്ല, എനിക്ക് വേണ്ടാന്നേ പറയുള്ളൂ. പിന്നെ ഇവിടെ നിന്ന് നിങ്ങൾ പാചകം ചെയ്ത് കൊടുത്തു വിട്ടതാണെന്നും ഒക്കെയുള്ള കഥകൾ പിന്നെ ഇങ്ങനെ വരും ഓരോന്നോരോന്ന്. അങ്ങനെ ഞാനത് ബ്രഹ്മകുമാരീസുമായിട്ടുള്ള എനിക്കുള്ള അടുപ്പം അതാണ് ഏറ്റവും പ്രധാനം. പിന്നെ പുറകിലൊരു സുഹൃത്ത് നിൽപ്പുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കുന്ന പലരും എൻ്റെ വാർഡിലെ താമസക്കാരൊക്കെയാണ്. പല ആളുകളും എവിടെ ഉണ്ടോ, എല്ലാവരും പേരൊന്നും എടുത്ത് പറയുന്നില്ല. ദിവസവും 2-3 തവണയൊക്കെ കാണുന്ന ആളുകൾ. ഒരു ഗായകൻ ഇതേവിടെ പുറകിലിരിപ്പുണ്ട്, ഞങ്ങളുടെ യോഗങ്ങളിലൊക്കെ വന്ന് പാടുന്ന ആളാണ്. ഈ സജിത്ത് എൻ്റെ ഒരു ആത്മസുഹൃത്താണ്. ഇന്ന് രാവിലെയും വിളിച്ചിരുന്നു, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ബ്രഹ്മകുമാരീസുമായിട്ടുള്ള ബന്ധം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, 3-4 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ, ഒരു ക്ഷേത്രത്തിൻ്റെ പൊങ്കാല മഹോത്സവത്തിൽ ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ എത്തിയപ്പോൾ അവിടെ പ്രഭാഷണം നടത്തിയ ഒരു ശില്പ ഇവിടെ ഉണ്ട്. ഒരു പാവം പോലെ ഒരു മൂലയ്ക്ക് വന്ന് നിൽക്കുകയായിരുന്നു ആദ്യം മുതൽ. അപ്പം ഞാനിങ്ങനെ ശ്രദ്ധിച്ചു, ഒന്ന് കൈ കൊടുത്തു. അവിടെ എൻ്റെ പ്രസംഗം കഴിഞ്ഞു, അദ്ദേഹം എന്തോ പറഞ്ഞു എന്ന് തോന്നുന്നു, അത് കഴിഞ്ഞ് ഞാൻ പോയി. പക്ഷേ ഞാൻ പിന്നീട് അതിൻ്റെ ആ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളോട് അന്ന് വൈകിട്ട് തന്നെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, മറ്റേ ആൾ ബ്രഹ്മകുമാരീസിന് നിങ്ങൾക്ക് നേരത്തെ പരിചയം? അല്ല, പോയി ക്ഷണിച്ചതാണ്, വന്നു. മനോഹരമായ പ്രഭാഷണം, വളരെ ഭംഗിയായി, വളരെ സുന്ദരമായ പ്രഭാഷണമായിരുന്നു എന്നുള്ള മറുപടിയാണ് ലഭിച്ചത്. എനിക്കത് കേൾക്കാൻ കഴിഞ്ഞില്ല, പക്ഷേ അവരിൽ നിന്നുള്ള പ്രതികരണം അതായിരുന്നു. ഈ 2 ആളുകളെയുമാണ് എനിക്ക്
ബ്രഹ്മകുമാരീസുമായി ബന്ധപ്പെട്ടുള്ള പരിചയം. ഇന്ന് രാവിലെ 9:30 ചടങ്ങെന്ന് പറഞ്ഞു. കുറച്ച് ഞാൻ വേറെ പരിപാടിയുമായി നിൽക്കുന്നു. കുറച്ച് മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞല്ല 10 മണിക്ക് വന്നാൽ മതി. അപ്പോൾ 10 മണിക്ക് ഒരു 5 മിനിറ്റുള്ളപ്പം തന്നെ ഞാൻ വന്നു. അപ്പോൾ വന്നപ്പോൾ ഈ സിസ്റ്റർ എന്നെ ക്ഷണിച്ച് അകത്തുകൊണ്ടിരുത്തിയിട്ട് ചോദിച്ചു, ബ്രഹ്മകുമാരീസിനെ കുറിച്ച് എന്തോന്നറിയാം? അപ്പം അങ്ങനെ കഥകളിങ്ങനെ പറഞ്ഞ് വന്നപ്പോൾ പറഞ്ഞു, ഞാൻ ഇവിടെ വരുന്ന ആളുകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ആദ്യം വീട്ടിൽ കുടുംബത്തിൽ ചാരിറ്റി ചെയ്യണം, പിന്നെ സമൂഹത്തിന് നാട്ടിൽ, അതേ പറ്റുള്ളൂ. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊന്നും ഉപേക്ഷിച്ച് ശ്രീനിവാസൻ്റെ സിനിമയിൽ എല്ലാം ഉപേക്ഷിച്ചെന്നാൽ പിന്നെ ഞാൻ ശബരിമലയ്ക്ക് പോകാമെന്ന് പറഞ്ഞതുപോലെ ആവരുത്. ചില ഒളിച്ചോടലുകൾ രക്ഷോടലുകളുണ്ടല്ലോ. ഞാൻ പറഞ്ഞു വന്നത് അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡാണ്. ഞാനപ്പോൾ തിരിച്ചു പറഞ്ഞു, ഇത് രാഷ്ട്രീയക്കാരും കേൾക്കരുത്. കാരണം വീട് മാത്രമേ നിറയ്ക്കുന്നുള്ളൂ ചാരിറ്റി. വീട് നിറഞ്ഞു തീർന്നാലല്ലേ സമൂഹത്തിൽ നിറയ്ക്കാൻ പറ്റൂ. അപ്പോൾ വീട്ടിൽ ചാരിറ്റി ചെയ്തിട്ട് ബ്രഹ്മകുമാരീസിലോട്ട് വരണമെന്നാണ്, വീടിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട്. അപ്പോൾ ഇത് പൊതുവിൽ എല്ലാവരും അല്ലെങ്കിലും കുറേ പൊതുപ്രവർത്തകരും രാഷ്ട്രീയക്കാരും ഒക്കെ വീട്ടിൽ മാത്രം ഇങ്ങനെ വർഷങ്ങളായി ചാരിറ്റി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് തീരുന്നില്ല. എന്നാൽ അല്ലാത്തവരുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന ഒരാൾ പറഞ്ഞു, ഒരു മരിച്ചുപോയൊരു പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകനെ കുറിച്ച് പറഞ്ഞു. അത് ഈ നല്ല മനുഷ്യർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടാവും, മോശക്കാരും കാണും. അപ്പോൾ ഈ പറഞ്ഞ ആളിനെ എനിക്കും അറിയാം. ആത്മഹത്യ ചെയ്തൊരു ആൾ, നാടിനെ സേവിക്കാൻ ഇറങ്ങി തിരിച്ച് ഒരുപാട് കാര്യങ്ങൾ നാട്ടുകാർക്ക് വേണ്ടി ചെയ്ത് മതിയാകാതെ അദ്ദേഹം വലിയ കടക്കണിയിൽപ്പെട്ട് ആത്മഹത്യ ചെയ്ത തിരുവനന്തപുരം നഗരസഭയിലെ തന്നെ ഒരു കൗൺസിലർ ആയിരുന്ന ആൾ. പിന്നെ എനിക്കറിയാവുന്നുള്ള ഒരു പാൽക്കുളങ്ങര സ്വദേശിയായിട്ടുള്ളൊരു പാവം മനുഷ്യൻ, രാജൻ എന്നാണ് പേര്. രാത്രി 2 ഇഡലിയും രാവിലെ 2 ദോശയും മാത്രം കഴിക്കുന്ന ഒരാൾ, നാട്ടുകാർക്ക് വേണ്ടി ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുക. അതാണ് അയാളുടെ ജീവിത ലക്ഷ്യം തന്നെ. അതാണ്. അദ്ദേഹം ഭക്ഷണം പോലും സമയത്ത് കഴിക്കില്ല. എവിടെയെങ്കിലും ഏതെങ്കിലും പാവം പെൺകുട്ടിക്ക് വിവാഹം കഴിക്കാൻ നിവൃത്തിയില്ല, അല്ലെങ്കിൽ സ്വർണം വാങ്ങിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സ്വർണ്ണക്കടയിൽ ചെന്ന് പരിചയം കാണിച്ച്, അദ്ദേഹത്തിൻ്റെ ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ പരിചയം ഉണ്ടാവുമല്ലോ, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പരിചയമുണ്ട്, അങ്ങനെ ആരെ കൊണ്ടെങ്കിലും ശുപാർശ ചെയ്യിപ്പിച്ച് അടുത്ത ആഴ്ച തരാമെന്ന് പറഞ്ഞ് 2 പവൻ സ്വർണം വാങ്ങിക്കൊണ്ട് കൊടുക്കുക, വസ്ത്രശാലകളിൽ നിന്ന് വസ്ത്രം കടമായി വാങ്ങിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒരുപാട് ചെയ്ത മനുഷ്യൻ തൂങ്ങി മരിച്ച് 7-ാം ദിവസമാണ് കാണുന്നത്. ആയുർവേദ കോളേജിലെ ഇന്ന് കാണുന്ന കെട്ടിടങ്ങളില്ല, പഴയൊരു ഓടിട്ട കെട്ടിടത്തിൻ്റെ മുകളിലത്തെ മുറിയിൽ തൂങ്ങി മരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കുറേയെങ്കിലും ആളുകളുടെ ജീവിതാനുഭവങ്ങളെ സംബന്ധിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ എല്ലാം സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ്. നമുക്ക് പൊതുവേ സമൂഹത്തിലൊരു ചിന്ത, നാടിനെ സേവിക്കുന്നത് രാഷ്ട്രീയക്കാർ, രാഷ്ട്രീയ പ്രവർത്തകർ, രാഷ്ട്രീയമെന്ന് പറയുന്നത് കുറേ ആളുകൾക്ക് മാത്രം ഉള്ളതാണ്, അവരാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നടത്തേണ്ടവർ അവരാണ്. രാഷ്ട്രീയമെന്ന് പറയുന്നത് രാഷ്ട്രത്തെ സംബന്ധിച്ചത് എന്നാണ്. രാഷ്ട്രത്തെ സംബന്ധിച്ച് ചിന്തിക്കാനും പ്രവർത്തിക്കാനും നാടിനെ സേവിക്കാനും ഒക്കെ എല്ലാവർക്കും അവകാശമുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ മനസ്സിലെ ശാന്തിയും സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥന നടത്തുമ്പോൾ ഈ സമൂഹത്തോടുള്ള പ്രതിബദ്ധത കൂടി നിറവേറ്റണമെന്നാണ്. ഈ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് സംഘടനകളുണ്ട്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെക്കാൾ കൂടുതൽ നാടിനെ സേവിക്കുന്നത് സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ, മറ്റ് സംഘടനകൾ ഒക്കെയാണ്. സന്നദ്ധ സംഘടനകളൊക്കെ ഒരുപാട് വ്യക്തികളും അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ വ്യക്തികളും സംഘടനകളും ഒക്കെ നാടിന് വേണ്ടി ചെയ്യുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട്. അതുപോലെ ബ്രഹ്മകുമാരീസ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലൊരു അരനൂറ്റാണ്ട് കാലം പ്രവർത്തനം ആരംഭിച്ചിട്ട് അരനൂറ്റാണ്ട് കാലം ഏതാണ്ട് 250ഓളം ശാഖകൾ കേരളത്തിൽ എല്ലായിടത്തുമായി, 140 150 രാജ്യങ്ങളിൽ ബ്രഹ്മകുമാരീസ്. അപ്പോൾ ഒരു മഹാപ്രസ്ഥാനം, വനിതകളുടെ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ വനിതകൾ നേതൃത്വം നൽകുന്ന മഹാപ്രസ്ഥാനമല്ലേ ബ്രഹ്മകുമാരീസ്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് തന്നെ, പ്രധാനമന്ത്രിയല്ല, രാജ്യത്തിൻ്റെ പ്രസിഡന്റ്, പ്രഥമ വനിതയാണ് ദ്രൗപദി മുർമു. അപ്പം അതുപോലെ ബ്രഹ്മകുമാരീസ് എന്ന ഒരു മഹാപ്രസ്ഥാനം വനിതകളുടെ നേതൃത്വത്തിൽ വളർന്നു വരുന്നതിലുള്ള അതിയായ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. വരികയും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തപ്പോൾ ഒരുപക്ഷെ ഞാനും അങ്ങ് ആകർഷ്ടനായി പോവുകയാണ്. അപ്പോൾ ഇത്രയും സന്തോഷം സുഖവും ഒക്കെ കിട്ടുന്നൊരു സംവിധാനം, അല്ലെങ്കിൽ രോഗങ്ങളൊന്നും വരാത്ത ഒരവസ്ഥയുള്ള കുറേ ആളുകളുണ്ടെങ്കിൽ ഞാൻ ഈ സന്തോഷത്തിന് വേണ്ടി ലുലു മാളിൽ പോകേണ്ട കാര്യമില്ലല്ലോ, ഇവിടെ വന്നാൽ പോരെ. അപ്പോൾ ആ ചിന്തയോടെയാണ് ഞാനിന്ന് ഈ ചടങ്ങ് കഴിഞ്ഞ് മടങ്ങുന്നത്. അപ്പോൾ മനസ്സിൽ വന്നു കയറിയപ്പോൾ തന്നെ പോസിറ്റിവിറ്റി നിറയ്ക്കുന്ന ഒരു പ്രസ്ഥാനത്തെ അടുത്തറിയാൻ
കുറേ ആളുകളുടെ ഒരു സ്നേഹം അടുത്ത് അനുഭവിക്കാൻ കഴിഞ്ഞതിൻ്റെ ഏറ്റവും പരമമായ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ വാർഡിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിന് തിരുവനന്തപുരം നഗരസഭയുടെ ടൗൺ പ്ലാനിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലയിൽ എൻ്റെയും എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് എന്നെ കൂടി ഈ ചടങ്ങിൻ്റെ ഭാഗമാക്കിയതിനുള്ള അഗൈതവമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കെല്ലാം ഹൃദയാശംസകൾ നേർന്ന് ഞാൻ എൻ്റെ വർത്തമാനം നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി സാർ. സാർ പറഞ്ഞ സേവനം ചെയ്യുമ്പോൾ സമൂഹത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പല സമയത്തും കിട്ടാറില്ല. അപ്പം നമ്മൾ എത്ര നല്ലത് ചെയ്താലും ശരി, നല്ലത് ആരും പറയാറില്ല. എല്ലാവരും നമ്മളുടെ തിന്മകൾ മാത്രമേ കാണാറുള്ളൂ. നമ്മൾ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്. ഈ പറഞ്ഞതുപോലെ നമുക്കും ഇതൊക്കെ ഉണ്ടാകുമെങ്കിലും ഡെയിലി ഈശ്വരൻ നമ്മളോട് സംസാരിക്കുകയാണ്. ഡെയിലി ഈശ്വരൻ എൻ്റെ മനസ്സിനെ എങ്ങനെ വയ്ക്കണം, ഞാൻ എന്താണ് സംസാരിക്കേണ്ടത്, എനിക്ക് പ്രതികൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ ഞാൻ എങ്ങനെ പെരുമാറണം, അതിനുള്ള ശക്തി അല്ലെങ്കിൽ അതെങ്ങനെ ചെയ്യണം എന്നുള്ളതെല്ലാം നമുക്ക് ഡെയിലി ഈ ഓൾ വേൾഡിലുള്ള ഈ 142 രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ നമുക്ക് ഡെയിലി ഒരു മഹാവാക്യമുണ്ട്. ആ മഹാവാക്യം ഡെയിലി നമ്മൾ ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് ഈശ്വരനെ ഓർമ്മിക്കും. കാരണം ബ്രഹ്മമുഹൂർത്ത സമയത്ത് പ്രകൃതി സഹിതം എല്ലാ ചരാചരങ്ങളും ഉണരുന്ന സമയം, പ്രത്യേക എനർജിയുള്ള സമയം. ആ സമയത്ത് ഈശ്വരന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളും എനർജി സ്വീകരിക്കേണ്ട സമയം, ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയം, പോസിറ്റീവ് എനർജിയുള്ള സമയം, ഒരു വ്യക്തിയുടെ തുടക്കമായിട്ടുള്ള ഒരു മുഹൂർത്തം. നമ്മൾ ഏതുപോലെ വിവാഹത്തിനും പാലുകാച്ചിനുമൊക്കെ മുഹൂർത്തം കുറിക്കുന്നത് പോലെ ഒരു വ്യക്തിയുടെ ശുഭമുഹൂർത്തം ബ്രഹ്മമുഹൂർത്ത സമയം. ആ സമയത്ത് നമ്മുടെ ഈശ്വരീയ വിദ്യാർത്ഥികൾ നമ്മളെല്ലാവരും തന്നെ അതിരാവിലെ എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്യും. നിങ്ങളെല്ലാവരും മറ്റുള്ളവരോട് ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നത്, ഭഗവാനെ നീ എനിക്ക് ശക്തിയും സുഖവും സന്തോഷവും ഈശ്വരീയ ഊർജവും തന്ന ഇന്നത്തെ ദിവസം എനിക്ക് നല്ലതാക്കി നീ തരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാനിതാ മുന്നോട്ട് പോകുന്നു എന്നുള്ള മെഡിറ്റേഷൻ ആരംഭിച്ചുകൊണ്ടാണ് ഒരു ഈശ്വരീയ വിദ്യാർത്ഥിയുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സാറിന് എപ്പോഴെങ്കിലും ഇതേപോലുള്ള ആൾക്കാരെ പരിചയപ്പെടാനോ അല്ലെങ്കിൽ ടെൻഷനിലൊക്കെ ഇരിക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലേക്ക് പറഞ്ഞു വിടുക. അതിന് മുൻപ് സാറ് നമ്മുടെ ക്ലാസ് കേൾക്കണമെന്നുള്ളൊരു റിക്വസ്റ്റാണ്. സാറ് സമയം കണ്ടെത്തി വരിക. കാരണം ഇത് മനസ്സിലാക്കിയാലേ മറ്റുള്ളവർക്കും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അടുത്തതായിട്ട് നന്ദി പ്രകാശിപ്പിക്കുക. നമ്മുടെ സമയം കണ്ടെത്തി നമ്മുടെ പ്രിയപ്പെട്ട മിനിസ്റ്റർ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട മിനിസ്റ്ററിന് നമ്മുടെ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം നമ്മുടെ തന്നെ വളരെ പ്രിയപ്പെട്ട ആളായി നമ്മുടെ തന്നെ സഹോദരനായിട്ട് മാറാനിരിക്കുന്ന, ഇനി മാറിയെന്ന് തന്നെ പറയാം, ഇവിടെ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിനൊരു പോസിറ്റീവ് എനർജിയൊക്കെ ലഭിച്ചു കഴിഞ്ഞു. അദ്ദേഹം തീർച്ചയായിട്ടും വരും. നമ്മളോടൊപ്പം നിന്നുകൊണ്ട് ഇതിൻ്റെ പ്രചരണങ്ങൾ തീർച്ചയായിട്ടും നൽകണം എന്ന് തന്നെയാണ് നമ്മുടെ റിക്വസ്റ്റ്. കാരണം ഇന്ന് സമൂഹത്തിന് ആവശ്യം ഇത് തന്നെയാണ്, മനസ്സിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. പരിതാപകരമായ ഒരു അവസ്ഥയാണ് നമ്മൾ പലരുടെയും ജീവിത സാഹചര്യം. നമ്മൾ വിചാരിക്കും ഇവർ നേരത്തെ വന്ന് മെഡിറ്റേഷൻ പഠിച്ചിരുന്നെങ്കിലോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ അങ്ങനെയുള്ള സാറിനും ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അല്പസമയം നമുക്ക് ധ്യാനം, ഈശ്വരന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കാം. ഓം ശാന്തി. മറ്റുള്ള എല്ലാ ചിന്തകളിൽ നിന്നും മനസ്സിനെ മാറ്റി എന്നിലേക്ക് ഏകാഗ്രമാക്കുന്നു. ഞാൻ ആരാണ്? ഈ കണ്ണുകൾ ഉപയോഗിച്ച് കാണുന്ന, ഈ ചെവികൾ ഉപയോഗിച്ച് കേൾക്കുന്ന, ഈ വായിലൂടെ സംസാരിക്കുന്ന ഞാൻ ഒരു ഊർജമാണ്. ഞാൻ ഊർജം.
ഈ ശരീരത്തിലിരുന്നു കൊണ്ട് ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നു. ഈ ശരീരം എന്നിൽ നിന്ന് വേറിട്ട ഒരു ഭൗതിക ഘടകമാണ്. ഞാൻ എനർജി, ഒരിക്കലും നശിക്കാത്ത ശക്തിയാണ്. ഈ ശരീരം നശിക്കുന്ന ഒന്നാണ്. ഞാൻ ചൈതന്യശക്തി. ഈ ശരീരത്തിൻ്റെ പുരിക മധ്യത്ത് സ്ഥിതി ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് മസ്തിഷ്കം. മസ്തിഷ്കത്തിനുള്ളിൽ ഞാൻ എനർജി, ഒരു ചെറിയ ലൈറ്റ് ബ്രെയിനുള്ളിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഈ മുഴുവൻ ശരീരത്തെയും പ്രവർത്തിപ്പിക്കുന്നു. ഈ ശരീരം കേടുവന്നാൽ ഈ ശരീരം ഉപേക്ഷിച്ച് ഞാൻ മറ്റൊരു ശരീരം സ്വീകരിക്കും. ഈ ശരീരത്തിലിരുന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇതിൻ്റെ സന്തുലിതാവസ്ഥ എനിക്ക് കൊണ്ടുവരണം. ഞാൻ സ്ത്രീയാണ്, പുരുഷനാണ്, ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ആളാണ്, എനിക്കിത്രയധികം സ്വത്തുണ്ട്. ഇതെല്ലാം ഭൗതികത, നശിക്കുന്ന ഒന്നാണ്. ഈ നശിക്കുന്ന ബോധം എനിക്ക് ദുഃഖം പ്രദാനം ചെയ്യും. സുഖം പ്രദാനം ചെയ്യുന്ന അനശ്വരമായ ബോധത്തിലേക്ക് ഞാൻ എൻ്റെ മനസ്സിനെ അല്പസമയം നയിക്കുന്നു. പുരിക മധ്യസ്ഥ സൂക്ഷ്മാതിസൂക്ഷ്മമായ ഒരു ലൈറ്റ് ഈ സൂക്ഷ്മാതിസൂക്ഷ്മമായ ലൈറ്റിലേക്ക് പരമാത്മാ ശക്തി, പരമാത്മാ ഊർജം എൻ്റെ ശിരസ്സിന് മുകളിലേക്ക് വന്ന് പതിയുന്നു. ആ പരമാത്മാ ഊർജം എൻ്റെ എനർജിയിലേക്ക് വന്ന് പതിഞ്ഞ് മുഴുവൻ ബ്രെയിൻ മുഴുവൻ പ്രസരിച്ച ബ്രെയിൻ വിശ്രമാവസ്ഥയിൽ കഴുത്തിലൂടെ ആ എനർജി ഇരു കൈകളിലേക്കും കൈവിരലുകളിലേക്കും ഉടൽ ഭാഗത്തേക്കും ഇരുകാലുകളിലേക്കും കാൽവിരലുകളിലേക്കും പ്രവഹിക്കുന്നു. ഞാൻ റിലാക്സ്, സ്വസ്ഥമായിരിക്കുന്നു. ഓം ശാന്തി.